എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും നല്ല ക്രിസ്പി ആയിട്ടും കൂന്തൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. നല്ല സ്വാദാണ്, കഴിക്കാനായിട്ടും ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പവുമാണ്. ഇതുപോലൊരു ക്രിസ്പി കൂന്തൽ ഫ്രൈ നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇനി നിങ്ങൾ ചെയ്തെടുക്കൂ. അത്രയും നല്ല സ്വാദാണ്. തട്ടുകടകളിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പാചകവും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് കൂന്തൽ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇതിനായിട്ട് നമ്മളിവിടെ 1/2 കിലോ കൂന്തലാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് നല്ല പോലെ വൃത്തിയായി കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആയിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കൂന്തൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവില് ചതച്ച കുരുമുളകാണ്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 സ്പൂൺ അളവില് മല്ലിപ്പൊടിയാണ്. കൂടെ തന്നെ 1/2 സ്പൂൺ അളവില് ഗാർലിക് പൗഡറാണ്. നിങ്ങളുടെ കൈവശം വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളി ചതച്ച് ചേർത്താൽ മതിയാകും. 1/2 സ്പൂൺ അളവില് പെരിഞ്ജീരകപ്പൊടിയാണ്. പെരിഞ്ജീരകപ്പൊടി നമ്മൾ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ 1 സ്പൂൺ അളവില് വറുത്ത അരിപ്പൊടിയും. ഇനി കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടെ പിഴിഞ്ഞൊഴിക്കണം. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുവാണ്. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ അളവില് ഗരം മസാല പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല മുഴുവനും തന്നെ കൂന്തലിലേക്ക് പിടിച്ചു കിട്ടണം. അങ്ങനെ നമ്മൾ ഇവിടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അങ്ങനെ നമ്മുടെ കൂന്തൽ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. മസാല എല്ലാം നല്ല പോലെ പിടിച്ചിരിക്കുന്ന രീതിയിലാണ് ആയി വന്നിട്ടുള്ളത്. ഇനി ഉടൻ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ ഇടാം. ഇനി ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാനിനി ചൂടായി വരട്ടെ. പാനിപ്പോൾ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ചൂടായി എണ്ണ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആദ്യ ബാച്ച് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കൂന്തൽ ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു വശവും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും മുരിഞ്ഞു വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. ആദ്യം ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സാധനം വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇത് പൊട്ടിത്തെറിച്ച് വരാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ മുഖത്തേക്കൊക്കെ അടിച്ചു തെറിച്ച് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് ഇത് വറുത്തെടുക്കാനായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ കൂന്തൽ ഇവിടെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തത് ആദ്യമേ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തത് കോരി മാറ്റിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. രണ്ടാമത് ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ ആ മുരിവൊക്കെ ഒന്ന് കോരി മാറ്റിയതിന് ശേഷമായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ രണ്ടാമത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കൂന്തലും ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല മുരുമുരാന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് ആയി കിട്ടിയിട്ടുള്ളത്. മസാലകളൊന്നും കരിഞ്ഞു പോവാതെ വളരെ ശ്രദ്ധിച്ചാണ് ഞാനിവിടെ വറുത്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ എല്ലാ കൂന്തലും ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. അപ്പോൾ ഇനി നാളത്തേക്ക് കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.